ജനപ്രിയ നായകൻ ദിലീപിന്റെ 148ാമത് ചിത്രമാണ് തങ്കമണി. ചിത്രത്തിനായി കാത്തിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട് അതിൽ. ഇടുക്കി തങ്കമണിയിൽ നടന്ന യഥാർത്ഥ സംഭവത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമായി എത്തുന്ന ചിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. നരകേറിയ മുടിയും താഴിയുമൊക്കെയായി ഇതുവരെ കാണാത്ത വേഷപ്പകർച്ചയിൽ ദിലീപ് ട്രെയിലറിലെത്തിയപ്പോൾ ആരാധകർക്ക് ആകാംക്ഷയും വർദ്ധിച്ചിട്ടുണ്ട്. കഥാപാത്രത്തിനു വേണ്ടി എന്ത് വേഷപ്പകർച്ചയും തയ്യാറാകുന്ന ഒരു നടനാണ് ദിലീപ്. നിരവധി ചിത്രങ്ങൾ അതിനുദാഹരണമാണ്. ഏറ്റവും അവസാനം ദിലീപ് വേറിട്ട ലുക്കിലെത്തിയ സിനിമ കേശു ഈ വീടിന്റെ നാഥനായിരുന്നു. നാദൃശ സംവിധാനം ചെയ്ത സിനിമയിലെ കേശുവാകാൻ മലയാളത്തിൽ മറ്റൊരു നടനില്ല എന്നതാണ് മറ്റൊരു സത്യം. ഇപ്പോഴത്തെ ചിത്രത്തിലെ ഒരു സീനിനായി പഴനിയിലെ തെരുവിലൂടെ തോർത്ത് മാത്രം എടുത്ത് സോപ്പിൽ കുളിച്ചു നടന്ന ഒരു അനുഭവം പങ്കിടുകയാണ് ദിലീപ്. ഒരു ഓൺലൈൻ മീഡിയയിൽ തങ്കമണി സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് ദിലീപ് ഷൂട്ടിംഗ് അനുഭവം പങ്കുവച്ചത്. കേശു ഈ വീടിന്റെ നാഥനിലെ പഴനിയിലെ രംഗങ്ങൾ സോപ്പിൽ കുളിച്ച് ഒരു തോർത്ത് മാത്രം എടുത്ത് പഴനി തെരുവിലൂടെ ഫോൺ വിളിച്ച് നടന്നു പോകുന്ന സീനുണ്ട്. പഴനി തെരുവിൽ പലയിടങ്ങളിലായി ക്യാമറ ഒളിപ്പിച്ചു വെച്ചാണ് ആ രംഗം ഷൂട്ട് ചെയ്തത്. സോപ്പിൽ കുളിച്ച് ഒരു തോർത്ത് മാത്രം എടുത്ത് താൻ നടന്നു പോകുന്നത് കണ്ട് മലയാളികൾക്ക് പോലും തന്നെ മനസ്സിലായില്ല. ആ ലുക്കിൽ അവിടെ തന്നെ ആരും പ്രതീക്ഷിക്കുന്നുമില്ല. മാത്രമല്ല, ആ സീനിന്റെ ഷൂട്ട് കഴിഞ്ഞ് നിനക്കെന്ത് തൊലിക്കട്ടിയാണെന്നാണ് ആ സിനിമയുടെ സംവിധായകൻ കൂടിയായ നാദൃശ തന്നോട് ചോദിച്ചതെന്നും ദിലീപ് പറയുന്നുണ്ട്. അതുപോലെ ഉർവശി ചേച്ചി തന്റെ ഹീറോയിനായി വരുമെന്ന് താൻ ഒരിക്കലും വിചാരിച്ചിരുന്നതേ അല്ല എന്നും ദിലീപ് പറയുന്നു. ഉർവശി ചേച്ചി കൂടെ ഉള്ളതുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പടമാണ് കേശു ഈ വീടിന്റെ നാഥൻ. കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ള നടന്മാരിൽ ഒരാളാണ് താൻ. പക്ഷെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞയാളും താനാണ്. എല്ലാവരും ചിരിപ്പിക്കുന്ന തന്നെയാണ് ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ദിലീപ് പറഞ്ഞത്. കേശു എന്ന 60കാരനായാണ് ചിത്രത്തിൽ ദിലീപ് എത്തിയത്. ഭാര്യയായി ഉർവശിയായിരുന്നു വേഷമിട്ടത്. തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെ ശ്രദ്ധേയനായ നസ്ലിനും ജൂൺ സിനിമയിലെ ഫെയിം വൈഷ്ണവിയും ദിലീപിന്റെ മക്കളായി ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. ദിലീപ് ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ചിത്രവും കഥാപാത്രവും പ്രമേയവുമായിരുന്നു കേശു ഈ വീടിന്റെ നാഥൻ സിനിമയിലേത്. അതേസമയം താൻ ഇതിനു മുൻപ് സിനിമ ചെയ്യാതിരുന്നതിന്റെ കാരണവും മറ്റൊരു അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞിരുന്നു. കോവിഡിന്റെ സമയത്ത് താൻ സിനിമ ചെയ്തിട്ടില്ല. അതിനുശേഷം 2 വർഷവും താൻ സിനിമ ചെയ്തിട്ടില്ല. തന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടാവാം സിനിമയെന്ന് പറഞ്ഞിരുന്നിട്ട് അത് തീരുന്നില്ല. ഒരു 4 വർഷമായി സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കമ്മിറ്റഡ് ആയി കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു സംവിധായകന് കൊടുക്കുന്ന വാക്ക് എന്നൊരു സംവിധാനമുണ്ട്. ആ സമയത്തൊക്കെ സിനിമയിലേക്ക് പുതിയതായി വരുന്ന ആൾക്കാരെ എന്ത് കൊണ്ടുവരുന്നു എന്ന് നോക്കിയിരുന്നുവെന്നും ദിലീപ് പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.